السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും ആദരണീയനായ KNM സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി, ISM സെക്രട്ടറി മമ്മൂട്ടി മുസ്ലിയാർ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ യുവജന വിഭാഗമായ ISM അടുത്ത ഒരു വർഷം നടത്താനിരിക്കുന്ന ബൃഹത്തായ പദ്ധതികൾ KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിയും വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ മടവൂരും പ്രഖ്യാപിക്കുകയുണ്ടായി. വരും നാളുകളിൽ ഓരോ ISM പ്രവർത്തകനും കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ ഭാരവാഹികളും പോഷക ഘടകങ്ങളും ചേർന്നുകൊണ്ട് ISM ഏറ്റെടുത്തിട്ടുള്ള ഈ മഹാദൗത്യത്തിൻ്റെ വിജയത്തിനായി യത്നിക്കണമേ എന്നാണ് ഈ സമ്മേളനത്തിൽ നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ISM നിർവഹിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ആർക്കും തെളിഞ്ഞു കാണാം. മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ രംഗത്ത് അനന്യമായ മുദ്രകൾ പതിപ്പിച്ചാണ് ISM കഴിഞ്ഞ 50 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളത്. ഈ സുന്ദരമായ മുഹൂർത്തത്തിൽ 50 വർഷം കൊണ്ട് നാം നിർവഹിച്ച പ്രവർത്തനങ്ങളെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാനുള്ള ഒരു പ്രതിജ്ഞയാണ് നാം ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും വിചാരിക്കുകയാണെങ്കിൽ ഈ പ്രവർത്തനങ്ങൾ ഒരു ഭാരമാവില്ല എന്ന് കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലും മറുനാട്ടിലുമെല്ലാം തന്നെ ആഴത്തിലുള്ള വേരുണ്ട്. അനുയായികളുണ്ട്, അനുഭാവികളുണ്ട്, പ്രവർത്തകരുണ്ട്. ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആദർശത്തെ സ്നേഹിക്കുന്നവരുണ്ട്, ഇതിന് പ്രചോദനം നൽകുന്നവരുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. അവരുടെ എല്ലാം പിന്തുണയോടുകൂടി ISMന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് എല്ലാ നിലയിലും വിജയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്ത് ISMനെ പോലെയുള്ള ഒരു യുവജന പ്രസ്ഥാനത്തിന് നിർവഹിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ് എന്ന് രാജ്യത്തെ സമകാല വർത്തമാനങ്ങൾ ശ്രദ്ധിക്കുന്നവരോട് പറയേണ്ടതില്ലല്ലോ. ഈ രാജ്യത്തെ യുവതയെ നേരിന്റെ നേർവഴിയിൽ നയിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഉണ്ടായേ പറ്റൂ. ദേശീയ തലത്തിൽ ISMന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയും മുസ്ലിം യുവതയ്ക്ക് ദിശാബോധം നൽകുന്ന കർമ്മസരണി രൂപപ്പെടുത്തുകയും ചെയ്യണം എന്നുള്ളത് ISMന്റെ എന്നത്തെയും ആഗ്രഹവും ആ രംഗത്ത് നാം ഒട്ടേറെ മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. ISMനെ സംബന്ധിച്ചിടത്തോളം ഇനി മറ്റു സംഘടനകൾക്ക് കൂടി മാതൃകയാകുന്ന തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഒരു സവിശേഷത, ധാരാളം മുസ്ലിം സംഘടനകൾ ഇവിടെ പ്രവർത്തിക്കുന്നു.
മതസംഘടനകൾ പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയ സാമൂഹ്യ സംഘടനകൾ പ്രവർത്തിക്കുന്നു. ഈ മതസംഘടനകളുടെയും സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും ബാഹുല്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇത്രയെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും നമ്മുടെ യുവത എവിടെ നിന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരാത്മാർത്ഥമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ യുവതയ്ക്ക് നേരിൻ്റെ നേർവഴി കാണിച്ചു കൊടുക്കുവാൻ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആത്മാർത്ഥമായ ഒരു വിശകലനത്തിന് വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. മതനിരാസ പ്രസ്ഥാനങ്ങൾ ഒരു ഭാഗത്ത് തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്നു. മതനിരാസ ചിന്തകൾ ചെറുപ്പക്കാരുടെ തലച്ചോറിലേക്ക് അടിച്ചു കയറ്റുവാനുള്ള ആസൂത്രിത അജണ്ടകളുമായിട്ടാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നത് മതതീവ്രതയുടെ അജണ്ടകളുമായിട്ടാണ്. മതതീവ്രവാദികൾ നമ്മുടെ സ്വാസ്ഥ്യവും സമാധാനവും കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്ത് സ്വൈര്യമായി ജീവിക്കുവാനുള്ള ഒരു പൗരന്റെ അവകാശത്തെ റദ്ദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ മതതീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നാം സ്വീകരിച്ചിട്ടുള്ള ഉറച്ച നിലപാട് പോലെ തന്നെ ദീർഘവീക്ഷണത്തോടുകൂടി മുന്നേറേണ്ട ഒരു സന്ദർഭത്തിലാണ് നാം എത്തിപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ മതനിരാസ പ്രസ്ഥാനങ്ങള്, മതതീവ്രവാദികള്, വർഗീയ പ്രസ്ഥാനങ്ങള്, ഭൗതിക പ്രസ്ഥാനങ്ങൾ എല്ലാം തന്നെ അവരുടേതായ അജണ്ടകൾ നിർണയിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ മസ്തിഷ്കത്തിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ധാർമ്മികമായ ബോധം നമ്മുടെ ചെറുപ്പക്കാർക്ക് എത്തിച്ചു കൊടുക്കുക, സദാചാര ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധമുണ്ടാക്കുക, അതോടൊപ്പം തന്നെ പ്രപഞ്ചനാഥനെ കുറിച്ചുള്ള ഒരു ബോധം, ധാർമ്മികതയെക്കുറിച്ചുള്ള ഒരു ബോധം അത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവരെ എല്ലാ നിലക്കും ഉണർത്തി വളർത്തിയെടുക്കുവാനുള്ള കർമ്മ പദ്ധതികൾക്കാണ് ഇവിടെ കേരള നദുവത്തുൽ മുജാഹിദീൻ രൂപം നൽകിയിട്ടുള്ളത്. വരും നാളുകളിൽ അതിൻ്റെ പ്രവർത്തനങ്ങള്, അതിൻ്റെ അടയാളങ്ങള് ശാഖാതലം മുതൽ സംസ്ഥാന തലം വരെ നമുക്ക് കാണേണ്ടതുണ്ട്, അനുഭവിക്കേണ്ടതുണ്ട്. നമുക്ക് ഇന്നത് കൂടുതൽ അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വരും തലമുറകൾക്കാണ് നവോത്ഥാനത്തിന്റെ സൽഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുവാൻ കഴിയുക. കഴിഞ്ഞകാല നേതാക്കന്മാരുടെ രക്തവും വിയർപ്പും അതിന്റെ ഫലങ്ങളാണ് ഈ പുതിയ തലമുറ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാം ആത്മാഭിമാനത്തോടുകൂടി സ്കൂളുകളെക്കുറിച്ച്, കോളേജുകളെക്കുറിച്ച്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച്, സാമൂഹിക മുന്നേറ്റങ്ങളെ സംബന്ധിച്ച്, സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള അടിമുടിയുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒക്കെ നാം വാതോരാതെ സംസാരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെ രക്തവും വിയർപ്പും ഉണ്ട് എന്നുള്ള വസ്തുത നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗം എന്ന നിലയിൽ അടുത്ത തലമുറകൾക്ക് അനുഭവിക്കുവാനുള്ള ഫലങ്ങളാണ് ഉണ്ടാക്കുവാൻ നമ്മൾ പോകുന്നത്. നാം ഇപ്പോൾ വിത്തിട്ടെങ്കിൽ മാത്രമേ, മുളപ്പിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ഫലങ്ങൾ അടുത്ത തലമുറകൾക്ക് കൊയ്തെടുക്കുവാൻ കഴിയുകയുള്ളൂ. അതിൽ നാം വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് ചരിത്രത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരിന്ന് സോഷ്യൽ മീഡിയകളിലാണ് അവരുടെ വലിയ സമയവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. വലിയ സമയം അവരുടെ മുന്നിലുണ്ട്. ചെറിയ താവട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്കുള്ളത്. ചെറിയ ലോകവും വലിയ സമയവും എന്നുള്ള വിചിത്രകരമായ സാഹചര്യത്തെയാണ് ഇന്നത്തെ ചെറുപ്പം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടേതായ ചെറിയ ഒരു ലോകം, താവട്ടത്തിലുള്ള ഒരു ലോകം, അവിടെയാണ് അവരുടെ വിഹാര രംഗം. അവർക്കവിടെ ധാരാളം സമയം ലഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം സമയം ലഭിക്കുമ്പോൾ ആ ധാരാളം ലഭിക്കുന്ന സമയത്തെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷണ്ണരായി നോക്കി നിൽക്കുകയാണ് നമ്മുടെ ചെറുപ്പം. ജയിലിനെ സംബന്ധിച്ച് പലരും പറയാറുണ്ട്, ജയില് എന്ന് പറയുന്നത് ചെറിയ ഒരു വട്ടവും വലിയ സമയവുമാണ് അവിടുത്തെ ദുരന്തം എന്ന് പറയുന്നത്. ഒരു ജയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആ സെൽ എന്ന് പറയുന്ന ചെറിയ ലോകം, ആ ചെറിയ ലോകത്ത് വലിയ സമയത്തെ എങ്ങനെ തള്ളി നീക്കും എന്നുള്ളത് ആലോചിച്ചുകൊണ്ടാണ് അയാൾ തലപുകക്കുന്നത്. അതുപോലെ ആധുനിക ചെറുപ്പം, ആധുനിക യുവത ഇന്ന് തലപുകച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചെറിയ വട്ടത്തിൽ ഞാനെങ്ങനെ ഈ നീണ്ട സമയത്തെ കൊന്നുകളയും എന്നാണ്. ഈ സമയത്തെ
ധാർമ്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, ആദർശബന്ധിതമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അതുപോലെ സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനത്തിന് വേണ്ടി തിരിച്ചുവിടാൻ കഴിയുമോ എന്നുള്ളതാണ് സമൂഹം നമ്മോട് ചോദിക്കുന്നത്. സമൂഹം അതാണ് നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ദൗത്യ നിർവഹണത്തിൽ നിന്ന് നാം പിന്നോട്ട് പോയാൽ അത് ചരിത്രത്തോട് കാണിക്കുന്ന വലിയ തോതിലുള്ള നീതികേടായിരിക്കുമെന്ന് വീണ്ടും വീണ്ടും ഞാൻ ഉണർത്തുകയാണ്. നമ്മുടെ ചെറുപ്പം സോഷ്യൽ മീഡിയകളിൽ കടന്നുകൊണ്ട് അവരുടെ സമയം വെറുതെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ സമയത്തെ അവർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. വ്യക്തിഹത്യയാണ് പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്, സമൂഹ ചിത്രതയാണ് പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്, സാമൂഹിക ബന്ധങ്ങളുടെ ഇഴയടുപ്പം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് അവരുടെ തൊഴിലെന്ന് പറയുന്നത്. എല്ലാ വ്യവസ്ഥകൾക്കുമെതിരെ കലഹിക്കുക, എല്ലാ നന്മകൾക്കുമെതിരെ കലഹിക്കുക, ഇതാണ് ചെറുപ്പത്തിന്റെ കലഹം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയെല്ലാം തന്നെ ആദർശവൽക്കരിക്കുവാനും മഹത്വവൽക്കരിക്കുവാനുമുള്ള ശ്രമങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നന്മകളോടും കലഹിക്കുന്നതാണോ ആദർശബന്ധിതമായ യുവത്വം എന്ന് പറയുന്നത്? അതാണോ എന്ന് ചിലരെല്ലാം ചിലരെ ബോധ്യപ്പെടുത്തുവാനുള്ള വൃഥാശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വ്യവസ്ഥകളോട് കലഹിക്കുക, നന്മകളോട് കലഹിക്കുക, അതുപോലെ കൂട്ടായ യത്നങ്ങളോട് കലഹിക്കുക, അങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുക, വിമത പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഇതൊക്കെയാണ് യുവത്വത്തിന്റെ പ്രത്യേകത എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള വൃഥാശ്രമങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അല്ല, ഇവിടെ കലഹം എന്ന് പറയുന്നത് തിന്മകളോടാണ്, കലഹം എന്ന് പറയുന്നത് അസ്വാതന്ത്ര്യങ്ങളോടാണ്. എന്താണ് ഒരു മനുഷ്യന്റെ അസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അത് തിന്മയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. തിന്മയിൽ നിന്നുള്ള വിമോചനമാണ് മനുഷ്യന്റെ യഥാർത്ഥ സ്വാതന്ത്ര്യമെന്നാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ മദ്യത്തിലും മദിരാക്ഷയിലും അതുപോലെ ജീർണതകളിലും മുഴുകുമ്പോൾ അയാൾ ഒരിക്കലും തന്നെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിക്കുന്നില്ല. ആ തിന്മയുടെ ഓടകളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മാത്രമാണ് അയാൾ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് ഇരുചിറകുകളും വിടർത്തി പറക്കുന്നത് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട്. തസ്ഗീയത്തിലൂടെ മനുഷ്യനെ വിമോചിപ്പിക്കുന്ന അനന്യമായ ഒരു സന്ദേശമാണ്, വിമോചന ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. തസ്ഗീയത്തിന്റെ അനന്യമായ പാഠങ്ങളാണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് കൈമോശം വന്നിരിക്കുന്നത്. എന്താണ് തസ്ഗീയത്തെന്നോ എന്താണ് തർബീയത്തെന്നോ അറിയാത്ത, എന്താണ് തസ്ഫിയത്തെന്നോ അറിയാത്ത ഒരു സമൂഹം വളർന്നു വരുന്നു എന്നുള്ളത് നമ്മെ ഭയപ്പെടുത്തുകയാണ്, നവോത്ഥാന പ്രസ്ഥാനത്തെ ആകുലപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തസ്ഗീയത്തില്ലാത്തൊരു തലമുറ വളർന്നു വന്നാൽ, അനുസരണമില്ലാത്തൊരു സമൂഹം വളർന്നു വന്നാൽ, നന്മകളെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് അവർ പാത്രക്കടയിൽ കയറിയ കാളക്കൂറ്റന്മാരെ പോലെ ഒരുപാട് അരുതായ്മകൾ ചെയ്തുകൊണ്ട് ഇതാണ് യുവത്വത്തിന്റെ കലഹം എന്നടയാളപ്പെടുത്താനുള്ള വൃഥാശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ ചെറുപ്പക്കാരോട് എനിക്ക് ഉത്ബോധിപ്പിക്കാനുള്ളത്, നമ്മുടെ ചെറുപ്പം എന്ന് പറയുന്നത്, നമ്മുടെ യുവത്വം എന്ന് പറയുന്നത് നന്മയുടെ പ്രസാരണത്തിനാണ്, നന്മയെ പ്രത്യക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. നന്മയുടെ അടയാളങ്ങളായി സമൂഹത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നാം ജനങ്ങൾക്ക് മറുപടി നൽകേണ്ടത്. അതായിരിക്കണം നമ്മുടെ സവിശേഷത. ചെറിയ വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, വികലമായ ചിന്തകളിൽ ഏർപ്പെട്ടുകൊണ്ട്, ചെറിയ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, ചെറിയ പിണക്കങ്ങൾ നടത്തിക്കൊണ്ട് വലിയ സമയത്തെ കൊല്ലുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നാണ് ഈ ഭൂമുഖത്ത് നിന്ന് നമ്മുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് നമുക്ക് പോകേണ്ടി വരിക എന്നാർക്കും പറയാൻ കഴിയില്ല. ആർക്കും ഒരു ഉറപ്പും ആരും നൽകിയിട്ടില്ലെന്നിരിക്കെ എൻ്റെ ആയുസ്, എൻ്റെ ചെറുപ്പം എന്ന് പറയുന്നത് ഞാൻ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതിനെ കുറിച്ചാണ് ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ ചെറുപ്പത്തെ എന്തിനു വേണ്ടിയാണ് രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ ഇന്ന് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരെ വെട്ടിനുറുക്കിക്കൊണ്ട് ഇതാണ് രാഷ്ട്രീയമായ മുന്നേറ്റം എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അങ്ങ് കണ്ണൂരിൽ നിന്ന് ചോരയുടെ മണം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ചുവപ്പുകാരും കാവിക്കാരും അല്ലാത്ത കളറുകാരുമെല്ലാം പരസ്പരം വിദ്വേഷം തീർക്കുന്നതിന് വേണ്ടി ചെറുപ്പക്കാരുടെ ജീവൻ എടുത്തുകൊണ്ട് അർമാദിക്കുമ്പോൾ, എൻ്റെ ചെറുപ്പക്കാരെ, നമുക്ക് ആ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ, വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ നന്മയുടെ രാഷ്ട്രീയം പറയാൻ, മതത്തിന്റെ നന്മയുടെ സന്ദേശം പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഈ ചെറുപ്പക്കാരെ രാഷ്ട്രീയ പാർട്ടികൾ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ്. അവരുടെ അമ്മിക്കടിയിൽ വാലു തിരികെ വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൊഞ്ഞനം കുത്തുന്ന കുരങ്ങന്മാരെയാണ് യഥാർത്ഥത്തിൽ യുവാക്കളുടെ ഭാഷയിലും വേഷത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. കലാപത്തിന്റെ മണ്ണുണ്ടാക്കിക്കൊണ്ട്, കലാപത്തിന്റെ തീ പടർത്തിക്കൊണ്ട് ചെറുപ്പക്കാരെ വലിയ കടലിലേക്ക് കുഴലൂതിക്കൊണ്ട്
നശിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാട്ടാളന്മാരെ തിരിച്ചറിയാതെ നമുക്ക് രക്ഷയില്ല എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഷുഐബ് എന്നൊരു ചെറുപ്പക്കാരൻ, ആ നാട്ടിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, വാർത്തകളിൽ കേട്ടിട്ടുള്ളത്, നല്ലവരായ മനുഷ്യർ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അയാൾ ഏത് നിറമാവട്ടെ മതമാവട്ടെ ഏത് ആദർശ പ്രചോദിതമായി ചെയ്യുന്നവനാവട്ടെ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ മുഴുവൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ നല്ലൊരു ചെറുപ്പക്കാരനെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന, സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കിക്കൊണ്ട് രാഷ്ട്രീയ വിദ്വേഷം തീർത്തത് അത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നോക്കണം. അനാഥത്വത്തിന്റെ കണ്ണുനീര് നാം കണ്ണൂരിൽ നിന്ന് നാം കാണുകയാണ്, കേൾക്കുകയാണ്. വൈദവ്യത്തിന്റെ നിതാന്ത ദുരിതം പേറുന്ന സോദരിമാരുടെ ആർത്തനാദം നാം കണ്ണൂരിൽ നിന്ന് കേൾക്കുകയാണ്. സൗഹൃദത്തിന്റെ, സൗഭ്രാതത്തിന്റെ, ഇണക്കത്തിന്റെ, ഐക്യത്തിന്റെ സന്ദേശമല്ല അവിടെ കാണാൻ കഴിയുന്നത്. ചോരയുടെ മണമാണ് അവിടെ ഓരോ ഊരിലും ഓരോ പേരിലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ചോര പടർത്തിക്കൊണ്ട് നാട്ടിൽ ഭീതി പടർത്തുന്ന കാട്ടാളന്മാരെ തുരത്തിയെങ്കിൽ മാത്രമേ ചെറുപ്പക്കാരെ നമ്മുടെ ദൗത്യം നാം നിർവഹിച്ചവരായി തീരുകയുള്ളൂ. അതിന് ജാഗ്രതായ നീക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. വിദ്വേഷ രാഷ്ട്രീയത്തിനെതിരെ, ഹെയ്റ്റ് പൊളിറ്റിക്സിനെതിരെ അതിശക്തമായ ഒരു കൂട്ടായ്മയാണ് ജനാധിപത്യ മതനിരപേക്ഷ കക്ഷികളുടെ കൂട്ടായ്മ. ഈ രാജ്യത്ത് ഉയർന്നു വരണമെന്ന് എൻ്റെ ചെറുപ്പക്കാരെ ഞാൻ ഉത്ബോധിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അങ്ങട്ടപ്പാടിയിൽ നിന്ന് വലിയൊരു കണ്ണീരിന്റെ കഥ നമ്മൾ കേൾക്കുകയുണ്ടായി. മധു എന്ന് പറയുന്ന ഒരു ആദിവാസി ചെറുപ്പക്കാരനെ ആൾക്കൂട്ടാക്രമണത്തിന് വിധേയമാക്കിക്കൊണ്ട് വിശപ്പിന് വേണ്ടി തേങ്ങിക്കരഞ്ഞ മനുഷ്യനെ ഒരു ലേശം അരിയെടുത്തതിന്റെ പേരിൽ, പശിയടക്കുന്നതിന്റെ പേരിൽ ഒരാൾക്കൂട്ടം അയാളെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുണ്ടായി. അത് സെൽഫി എടുത്ത് പ്രചരിപ്പിക്കുകയുണ്ടായി. വലിയ വലിയ ദുരന്തം നടക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് സാഡിസം കാണിക്കുന്ന ചെറുപ്പമാണ് ഇന്ന് നമ്മെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ വെള്ളത്തിൽ മുങ്ങിത്താഴുമ്പോൾ ആ മുങ്ങിത്താഴുന്നവനെ രക്ഷിക്കാനല്ല ചെറുപ്പക്കാരിന്ന് ശ്രമിക്കുന്നത്. അത് സെൽഫി എടുത്തുകൊണ്ട് എങ്ങനെ പബ്ലിഷ് ചെയ്യാം, അത് സെൽഫി എടുത്തുകൊണ്ട് ആദ്യം എങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്നാണ് ചെറുപ്പം ഇന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. റോഡ് അപകടം നടക്കുമ്പോൾ രക്തം വാർന്നുകൊണ്ട് മരിക്കാൻ ഊർധ്വം വലിക്കുന്ന ചെറുപ്പക്കാരനെ വാഹനത്തിന്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറക്കാനല്ല ഇന്ന് ചെറുപ്പക്കാരൻ താല്പര്യം കാണിക്കുന്നത്. വാഹനത്തിന്റെ അടിയിൽ ചോരയിൽ കുതിർന്ന് കിടക്കുന്ന ആ ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ഫോട്ടോ കിട്ടുമെന്നാണ് എൻ്റെ ചെറുപ്പക്കാരിന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് അട്ടപ്പാടിയിൽ നമ്മൾ കണ്ടത്. മധു എന്ന ഒരു ആദിവാസി യുവാവിനെ തല്ലിക്കൊല്ലുകയായിരുന്നു അവിടുത്തെ മനുഷ്യര്. അത്തരം കൊടും ക്രൂരതകൾ നടക്കുമ്പോഴും ഇവിടുത്തെ സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരും അവരിന്ന് വലിയ മൗനത്തിലാണ്. മാണിക്യമലരിനെ കുറിച്ച് പാടാനും പൂവികളെ കുറിച്ച് വർണ്ണിക്കുവാനും 100,000 നാവുകളുള്ള സാംസ്കാരിക നായകർ അഡാർ ലവ്വിനെ കുറിച്ച് വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് അന്തിച്ചർച്ചകളിൽ അത്ഭുതപ്പെടുന്ന സാംസ്കാരിക നായകന്മാർ എന്തുകൊണ്ട് ഷുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികൾ കൊത്തിക്കൊലപ്പെടുത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ അവരുടെ നാവനങ്ങിയില്ല. അവർക്ക് അവരൊന്നും കൊച്ചനിയനായി തോന്നിയില്ലേ? മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ ആദിവാസി യുവാവിനെ അവിടുത്തെ പ്രാകൃത ജനവിഭാഗം തല്ലിക്കൊന്നപ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാൻ എന്തേ ഇവിടുത്തെ ആളുകളൊന്നും തയ്യാറാവാതിരുന്നത്? സാംസ്കാരിക നായകന്മാർ മൗനം പാലിച്ചത് അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അത് തന്നെയാണ് നമുക്ക് ഏതേത് വിഷയങ്ങളിലും ഭയം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, MM അക്ബർ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവനം നടത്തിയ, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ച, തീവ്രവാദത്തിനും വർഗീയതയ്ക്കും മതാന്ധതയ്ക്കുമെതിരെ ബൗദ്ധികമായ പ്രതിരോധം തീർത്ത, ഈ സമൂഹത്തിന് ദിശാബോധം നൽകിയ, മുസ്ലിം ചെറുപ്പക്കാർക്ക് ഏത് ദിശയിലാണ് സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊടുത്ത, തൻ്റെ ആയുസിന്റെ കാലമെത്രയും ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയ വിദ്യാഭ്യാസ വിചക്ഷണനും പണ്ഡിതനും മതപ്രബോധകനുമായ MM അക്ബറിന് നേരെയുള്ള
നീക്കങ്ങളെ സംബന്ധിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. അത് തന്നെ എമ്പാടും മതിയാകും. പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആ നീതി നിഷേധത്തിനെതിരെ, മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ ഇവിടെ ശബ്ദിക്കുവാൻ എത്ര സാംസ്കാരിക നായകന്മാർ രംഗത്ത് വരും കണ്ടറിയണം. ആരും രംഗത്ത് വരില്ല. പേടിത്തൊണ്ടന്മാരായി അവർ അവരുടെ ചില്ലുകൂടാരങ്ങളിലിരുന്ന് അടുത്ത നോവൽ രചിക്കും, അല്ലെങ്കിൽ അന്തിച്ചർച്ചകളിൽ പോയിക്കൊണ്ട് ബഡായികൾ പറയും. സാംസ്കാരിക നായകന്മാരുടെ മൗനമാണ് നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സാംസ്കാരിക നായകന്മാരെ കാശു കൊടുത്തുകൊണ്ട് ഓരോരുത്തര വർഗീയവാദികളും ഭീകരവാദികളുമാക്കി മുദ്രയടിക്കുവാൻ തുനിഞ്ഞ ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ ആരുടെയോ കയ്യിലെ കളിപ്പാവകളാണ്. ഈ സാംസ്കാരിക നായകരെ കുരങ്ങ് കളിപ്പിക്കുന്നവരെ തിരിച്ചറിയണമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രം വികലമാക്കുവാൻ സാംസ്കാരിക നായകരെയും അക്കാദമിക പണ്ഡിതന്മാരെയും വിലക്കെടുത്തുകൊണ്ട് യാഥാസ്ഥിക പിന്തിരിപ്പൻ ശക്തികൾ ഇവിടെ ആസൂത്രിതമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാധ്യമങ്ങളെയും സാംസ്കാരിക നായകന്മാരെയും വിലക്കെടുത്തുകൊണ്ടാണ് യാഥാസ്ഥിക പിന്തിരിപ്പൻ ശക്തികൾ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ തീതിപ്പിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2-3-4 മാസമായി കൊണ്ട് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഭീകര മുദ്രയടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇവിടുത്തെ യാഥാസ്ഥിക പിന്തിരിപ്പൻ ശക്തികൾ നടത്തുകയുണ്ടായി. മുജാഹിദ് പ്രസ്ഥാനം അവർക്ക് മറുപടി നൽകിയത് മുജാഹിദ് സമ്മേളനം കൊണ്ടാണ്. മുജാഹിദ് സമ്മേളനം ഏറ്റെടുത്ത മഹാസന്ദേശവുമായി കൊണ്ടാണ്. ഇനിയും ISM ഇതാ അതിന് മറുപടി നൽകാൻ പോകുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ നൽകിയതെന്ത് എന്ന പ്രമേയത്തിൽ ISMന്റെ ആദർശ സമ്മേളനങ്ങൾ ഓരോ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ കേരളക്കരയെ കേൾപ്പിക്കാൻ പോകുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകിയ നന്മയുള്ള ചരിത്രത്തെക്കുറിച്ചാണ്. ചരിത്രത്തെ കീഴ്മേൽ മറിക്കുവാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അവരെ അങ്കലാപ്പിലാക്കുക എന്നുള്ള ബൗദ്ധികമായ നീക്കമാണ് മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ യുവജന പ്രസ്ഥാനങ്ങളും ഇനി നിർവഹിക്കാൻ പോകുന്നത്. അതിൽ കണ്ണിചേരുന്നവർക്കെല്ലാം കണ്ണിചേരാം. ചെറിയ പിണക്കങ്ങളുമായി കരക്ക് കയറിക്കൊണ്ട് ചെറിയ പിണക്കങ്ങളുടെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ വിദ്വേഷം തുപ്പുന്ന ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്കതിനുള്ള സമയമാണ്. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഈ സമൂഹത്തിന്റെ മാറ്റമാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ സമൂഹത്തിന്റെ സമൂലമായ പരിവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അത്യാചാരങ്ങൾക്കുമെതിരെ അതിശക്തമായ പ്രചാരണമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ISM നിർവഹിച്ചിട്ടുള്ളത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നാം നിർവഹിച്ചിട്ടുള്ള ഡ്യൂട്ടി എന്ത് എന്ന് ഇതിന്റെ എതിരാളികളോട് ചോദിച്ചു നോക്കുക. അന്ധവിശ്വാസങ്ങളുടെ കൊത്തളങ്ങളിൽ ചെന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായ സന്ദേശം ഉയർത്തുവാൻ മുജാഹിദ് യുവജനക്ക് സാധിച്ചിട്ടുണ്ട്. കൂടോത്രങ്ങളിലും അതുപോലെ തന്നെ മാരണങ്ങളിലും അതുപോലെ ജിന്ന് ചികിത്സകളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത, ഹോമങ്ങളിലും മന്ത്രങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ജനത, അതുപോലെ ഹോമങ്ങളുടെയും മന്ത്രങ്ങളുടെയും പേരിൽ ജീവൻ നഷ്ടപ്പെട്ട യുവതികള്, അതുപോലെ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ആ കുടുംബക്കാരും ഒരു മാസത്തോളം വെച്ച മയ്യത്ത്, ആ മയ്യത്തിനെ നോക്കി നിന്ന നിരാലംബരായ മനുഷ്യര്, അതുപോലെ തന്നെ വിവരദോഷികളായ ആളുകള്, അവരുടെ എല്ലാം തന്നെ ആദർശ പാപ്പരത്വവും ആദർശപരമായിട്ടുള്ള മുരടിപ്പും ഈ സമൂഹത്തെ കേൾപ്പിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നും അന്ധവിശ്വാസങ്ങൾക്കെതിരെ മുജാഹിദ് പ്രസ്ഥാനം തൗഹീദ് ഇവിടെ അതിശക്തമായി പ്രബോധനം ചെയ്യുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവനെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, ആരുടെയും ആശ്രയം വേണ്ടാത്തവനാണ്, ഉറക്കമോ മയക്കമോ ബാധിക്കാത്തവനാണ്. ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ഈ സന്ദേശം കേരളക്കരയിലെ ഓരോ മുക്കിലും പ്രചരിപ്പിക്കുകയും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അത്യാചാരങ്ങളിൽ നിന്നും ഈ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പാടുപെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അന്ധവിശ്വാസങ്ങളുടെ കൊട്ടക്കൊത്തലങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ആത്മീയ ചൂഷണത്തിനെതിരെ എന്ന് പ്രസംഗിക്കുന്ന ചില വീരന്മാരെ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കാണുന്നു. അവരാണ് ഏറ്റവും വലിയ ആത്മീയ ചൂഷകര്. ഏറ്റവും വലിയ ആത്മീയ ചൂഷകർ അവരുടെ നെറ്റിത്തടത്തിൽ നിന്ന് എഴുതി വച്ചിരിക്കുന്നു, ഞങ്ങൾ ആത്മീയ ചൂഷണത്തിനെതിരാണ്. എല്ലാ ആത്മീയ ചൂഷണങ്ങളുടെയും വാതിലുകൾ മലർക്കെ തുറന്നിട്ടുകൊണ്ട് ജിന്ന് ചികിത്സകൾക്കും അതുപോലെ മാരണങ്ങൾക്കും അതുപോലുള്ള പ്രവർത്തനങ്ങൾക്കും വാതിൽ തുറന്നിട്ടുകൊണ്ട് ആത്മീയ ചൂഷകരെ വിട
എന്ന് പറയുന്നതിൻ്റെ പരിഹാസ്യതയാണ് എൻ്റെ സമൂഹമേ നിങ്ങൾ തിരിച്ചറിയേണ്ടത്. അതുപോലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ എതിര് നിന്നുകൊണ്ട് നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് മിശിഹ ചമയുന്ന മനുഷ്യരുടെ പരിഹാസ്യതയാണ് നാം തിരിച്ചറിയേണ്ടത്. ഇല്ല, ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇനി അങ്ങോട്ട് ISMന്റെ ഓരോ പ്രവർത്തകനും അവൻ്റെ ഡ്യൂട്ടി നിർവഹിച്ചേ പറ്റൂ. ആ ഡ്യൂട്ടി നിർവഹിക്കുകയാണെങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് നമ്മുടെ ദൗത്യം നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതിൻ്റെ പൂർണ്ണ സപ്പോർട്ടാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 2-3-4 യോഗങ്ങളിൽ ISMന്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അവർ കൃത്യമായി ആലോചിക്കുകയും അത് കൃത്യമായി രേഖപ്പെടുത്തുകയും അതിന്നിവിടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഡിസംബറിൽ വലിയ ഒരു എക്സിബിഷനാണ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നാം സാൽവേഷൻ നടത്തി, മെസ്സേജ് എക്സിബിഷൻ നടത്തി. ഇനി കുറച്ചുകൂടി അധുനാധുനിക ലോകത്ത് പുതിയ കാലത്ത് അഭിസംബോധന ചെയ്യുന്ന വലിയ ഒരു പദ്ധതിയുമായിട്ടാണ് ISM കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പൂർണ്ണമായ സപ്പോർട്ടോടുകൂടി രംഗത്തിറങ്ങാൻ പോകുന്നത്. സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ ഓൺ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിൽ പ്രവാചകന്റെ ജീവിതം അടയാളപ്പെടുത്തുന്ന, പ്രവാചകന്റെ ജീവിതം പ്രവാചകനെ തെറ്റിദ്ധരിച്ചവരുടെ മുമ്പിൽ കൃത്യമായി തുറന്നു വെക്കുന്ന, പ്രവാചകന്റെ സഹിഷ്ണുതയും സഹവർത്തിത്വവും കാരുണ്യവും പ്രവാചകന്റെ അനന്യമായ ജീവിതത്തിൻ്റെ അടയാളങ്ങളും സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു വെക്കുന്ന വിസ്മയാവഹമായൊരു പ്രദർശനത്തിനാണ് ISM നേതൃത്വം നൽകാൻ പോകുന്നത്. കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണ ഗുരു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാടിയിട്ടുണ്ടെങ്കിൽ, കരുണയുടെ അടയാളമായ കാരുണ്യത്തിന്റെ സന്ദേശവാഹകനായ പ്രവാചകന്റെ മുത്തുരത്നമാണ് പ്രവാചകൻ. ആ മുത്തുരത്നം എന്ത് എന്ന് അതിൻ്റെ തിളക്കം ഈ സമൂഹത്തിന് കേൾപ്പിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കാനുള്ള പ്രായോഗികമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ISM. കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള ബൗദ്ധികമായ മുന്നേറ്റങ്ങൾ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുമായി നാം മുന്നോട്ട് പോകുകയാണ്. നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ എക്സിബിഷൻ നമുക്ക് വിജയിപ്പിക്കാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിൽ നാം വലിയ എക്സിബിഷനുകൾ നടത്തി. കേരളക്കരയ്ക്ക് പരിചയമില്ലാത്ത ഒരു എക്സിബിഷൻ, സാൽവേഷൻ ഇന്റർനാഷണൽ എക്സിബിഷൻ കോഴിക്കോട് വെച്ച് നടത്തി, എറണാകുളം വെച്ച് നടത്തി. ഇനി ലോകത്തുണ്ടായിട്ടുള്ള അധുനാധുനിക സംവിധാനങ്ങളുടെ അതിദ്രുതമുള്ള മാറ്റങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു എക്സിബിഷനാണ് നാം കാഴ്ചവെക്കാൻ പോകുന്നത്. ഡിസംബർ വരെ നിങ്ങൾ കാത്തിരിക്കുക, ഡിസംബറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിൻ്റെ വിജയത്തിനായി നിങ്ങൾ മുന്നോട്ട് പോകുക. 100 കുടുംബങ്ങൾക്ക് വീട് വെക്കുക എന്ന് പറയുമ്പോൾ ഒരു ISMകാരൻ, പ്രദേശത്ത് ISMകാരൻ വിചാരിച്ചാൽ മാത്രം നടക്കില്ല. കേരള നദ്വത്തുൽ മുജാഹിദീൻ എത്ര മണ്ഡലങ്ങളുണ്ട്? കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു മണ്ഡലത്തിലെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീട് സുന്ദരമായി കൊണ്ട് ഒരു സാധുവിനെ നിർമ്മിച്ചു നൽകാൻ കഴിയും. അതിനുള്ള പദ്ധതികൾ നിങ്ങൾക്ക് നൽകാൻ പോകുകയാണ്. അതുപോലെ നമ്മുടെ പുടവകളും, അതുപോലെ അതുപോലെ ഭക്ഷണ കിറ്റുകൾ വിതരണവും, അതുപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളും, ദഅ്വാ പ്രവർത്തനങ്ങളുമെല്ലാം നമ്മൾ പ്രവർത്തനങ്ങളുമായി കടന്നു വരികയാണ്. ദഅ്വാ പവലിയനുകൾ വരികയാണ്. ഓരോ നാട്ടിലും ദഅ്വാ പവലിയനുകൾ സൃഷ്ടിച്ചുകൊണ്ട് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, ഏതാണ് ഇസ്ലാമിക സംസ്കാരം, ഏതാണ് സാംസ്കാരിക വ്യതിയാനം എന്ന് സമൂഹത്തെ കേൾപ്പിച്ചു കൊടുക്കാൻ, കാണിച്ചു കൊടുക്കുവാനുള്ള ബൃഹത്തായ പദ്ധതികളുമായി കടന്നു വരുമ്പോൾ എൻ്റെ ചെറുപ്പക്കാരെ, എൻ്റെ സുഹൃത്തുക്കളെ, നിങ്ങൾ ISMനെ സഹായിക്കണം. നിങ്ങളെ സഹായിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഈ പ്രോഗ്രാമിലും വരും പ്രോഗ്രാമിലുമൊക്കെ നിങ്ങളുടെ സഹായം വളണ്ടിയേഴ്സും ISMന്റെ പ്രവർത്തകരും നിങ്ങളെ സമീപിക്കുമ്പോൾ ഉണ്ടാവണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി കേരള നദ്വത്തുൽ മുജാഹിദീന്റെ സെക്രട്ടറി M സലാഹുദ്ദീൻ മദനിയെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വെളിച്ചം ഖുർആൻ പദ്ധതിയുടെ പ്രഖ്യാപനം കൂടി അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ നിർവഹിക്കുകയാണ്. നാം ISM മുജാഹിദ് ഐക്യത്തിന് ശേഷം വെളിച്ചം പദ്ധതികളുമായിട്ട്
നാം ഇനി മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഒരുപാട് ഖുർആൻ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ഇനി ഇൻഷാ അല്ലാഹ് വന്നെത്തും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.